മീൻ പൊട്ടി വീണ കാഴ്ച കണ്ട് ഇത് എന്താ കടൽപ്പാമാട്ടത് വലയിൽ കയറുന്ന കടിച്ചു കഴിഞ്ഞാ പരിപാടി അഴിവിട്ടു. വേണ്ട മോനെ, ബോട്ട് കെട്ടാമനൊരു കാഴ്ച കേട്ടാ. ഇതാണ് ചടയൻ സ്രാവട്ട. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രണ്ടാം ദിവസം നമ്മുടെ ആദ്യത്തെ വല കയറിയാണ്. വല കയറി വരുമ്പോൾ തന്നെ വലയിലൊരു അതിഥി നമ്മുടെ വലയിൽ കയറി വരും കേട്ടോ. അവൻ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ആ ഒരു മുതൽ നമ്മുടെ വലയിൽ ചുറ്റി വരുന്നൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും കൂടി ഇതേ അണ്ണന്മാരൊക്കെ ഒരുമിച്ച് ചേർന്ന് വല പിടിച്ച് കയറ്റാണ്. ഇനിയുള്ള കാഴ്ച നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോട്ടാ. കടൽപ്പാമ്പിനൊക്കെ കടൽപ്പാമ്പ് ചുറ്റി ചുറ്റി വന്നേ ചുറ്റി ചുറ്റി നോക്കിയ കണ്ടാ ചുറ്റി കിടക്കണേ. അണ്ണന്റെ വലയിലുണ്ട്. പോയാ പോയാ തല തല കടിച്ചു പിടിച്ചോ നോക്കിയേ. വേണ്ട മോനെ, അതിനാ ഊരെടുത്ത് ആ വിട്ട് വെള്ളത്തിലോട്ട് കടൽപ്പാമ്പ് പോയി. അങ്ങനെ ആദ്യത്തെ വല കയറാൻ വേണ്ടി പോവുകയാണ്. കടൽപ്പാമ്പിനെ നമ്മൾ കടലിലോട്ട് തന്നെ കളഞ്ഞ്. കാരണം അവനെ ബോട്ടിനകത്ത് വെച്ചിട്ടുള്ള കളിപ്പിക്കൽ ഇത്തിരി അപകടം പിടിച്ച പരിപാടിയാണ്. ആളിച്ചിരി വിഷയമുള്ളതുകൊണ്ട് അവനെ വേഗം തന്നെ കടലിലോട്ട് തന്നെ കളഞ്ഞിട്ടാ. ഇനി ഇതേ വല കയറി വരെയാണ്. ഇനി കോടൻ്റെ അകത്തുള്ള മീനും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിരുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അങ്ങനെ ആദ്യത്തെ വലയിൽ കിട്ടിയ മീനുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മീനുകളാണ്. മാച്ചാനും വറ്റയും വങ്കടയും അയിലയും മോതയും അങ്ങനെ ജീവനുള്ള മീനുകൾ കൂടുതലും ഈ വലയിലുണ്ടായിട്ടാ. ഈ മീനാണ് മോത. ഇത് അത്യാവശ്യം നല്ല വെള്ളിപ്പം വെക്കണ മീനാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് മോത കാണുന്ന കൂടരക്കണെ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഫസ്റ്റ് വലയിലൊക്കെ കിട്ടിയ മീനുകൾക്ക് അത്യാവശ്യം നല്ല ജീവനുള്ള വെട്ടക്കണം മാച്ചാനൊക്കെയാണ് ഞാൻ നിങ്ങളോട്ട് കാണിച്ച. വറ്റയാലും എല്ലാ മീനും ഏകദേശം ഏതെങ്കിലും വെട്ടക്കണം കേട്ടാ. അപ്പോൾ ഇത്രയും മീനാണ് നമുക്ക് ഈ വലയിൽ കിട്ടിയത് കേട്ടാ. ഇപ്പോൾ ഏകദേശം മീനുകളുടെ അനക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഉമ്മാരെ നമുക്ക് നേരെ ബോക്സിലോട്ടാക്കണം. ഇത് നമുക്കൊരു പുള്ളിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പണിയാണിത്. പക്ഷേ ഒരു പുള്ളിക്കൊന്നും ഉണ്ടായിരുന്നില്ല.
കിട്ടിയതെല്ലാം നല്ല മീനായിരുന്നു കേട്ടോ. വറ്റയായാലും ഉണ്ണിമേരി ആയാലും മാച്ചാനായാലും. അപ്പോൾ വേഗം തന്നെ വേസ്റ്റ് ഇല്ലാണ്ട് വേഗം മീൻ നമ്മൾ തിരിഞ്ഞ് മാറ്റണ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വറ്റയൊക്കെ ഇവിടെ കറക്കി എടുക്കുന്നുണ്ട് കണ്ട. നല്ല പെടക്കണ മീനൊക്കെ എടുത്ത് കലത്തിലോട്ടാക്കണ ഒരു കാഴ്ചയാണ് കേട്ടോ. പക്ഷേ വറ്റ നമ്മൾ എടുത്തില്ല, വറ്റ വേണ്ടാന്ന് വെച്ച് വേറെ മീൻ പിടിക്കാമെന്ന് വെച്ചിട്ടാണ്. ബാക്കി നമ്മളിത് എല്ലാവരും അര ബോക്സ് കാല് അങ്ങനെയൊക്കെ ഇട്ട് കുറച്ച് മീനാണ് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ. ബോക്സിലോട്ട് എല്ലാം നമ്മൾ ബോക്സിലോട്ട് ആക്കി ഇട്ടേക്കണത്. ഉണ്ണിമേരി അങ്ങനെ എല്ലാം നമ്മൾ കുറച്ച് ആനക്കൊഴുവ എല്ലാം കുറച്ച് നമുക്ക് കിട്ടിയ പോലെ എല്ലാം ബോക്സിലോട്ട് മാറ്റിയേക്കാണ്. ഇനി നന്നായിട്ടൊന്ന് കഴുകണം. നന്നായിട്ടൊന്ന് കടൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയാണ് നമ്മൾ നേരെ സ്റ്റോറിലോട്ട് കയറ്റാൻ പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളും ഇനി ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അങ്ങനെ മീനെല്ലാം നന്നായിട്ട് കടൽ വെള്ളത്തിൽ മറിച്ചൊക്കെ കഴുകി നേരെ ഇനി സ്റ്റോർ റൂമിൻ്റെ അടുത്തോട്ട് വലിച്ച് വെക്കേണ്ട. സ്റ്റോർ റൂമിൻ്റെ അടുത്തോട്ട് വലിച്ച് വെച്ചിട്ട് പിന്നെ നേരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റോറിലോട്ട് മീനൊക്കെ ഇറക്കാം. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ മീൻ നമ്മുടെ ഡ്രൈവറായിട്ടും വേഗം തന്നെ കുറച്ച് മീനുള്ളത് ഇങ്ങനെ എടുത്ത് നേരെ സ്റ്റോർ റൂമിലോട്ട് ഇറക്കി കൊടുക്കേണ്ട. അതിങ്ങനെ കൈക്ക് പിടിച്ച് അങ്ങോട്ട് ഇറക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. കൂടുതൽ മീനുണ്ടെങ്കിലാണ് നമ്മൾ വള്ളി കെട്ടി താഴത്തോട്ട് ഇറക്കോളൂ കേട്ടോ. ബോക്സിൽ കൂടുതൽ മീൻ വരുമ്പോൾ ഇതുപോലെ രണ്ട് കുളത്ത് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ബാലൻസ് ചെയ്ത് താഴത്തോട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ മീൻ വെട്ടാനുള്ള പരിപാടി നോക്കേണ്ട. കത്തി അങ്ങോട്ട് മൂർച്ച വെപ്പിക്കണം നമ്മുടെ ബായി. അപ്പോൾ അതേ നല്ലൊരു അടിപൊളി വറ്റയും അയിലയും കൂടി അങ്ങോട്ട് പൊരിക്കണ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ വെട്ട് കാര്യങ്ങളൊക്കെ നടക്കണത്. അപ്പോൾ ആദ്യം തന്നെ കത്രിയൊക്കെ അതിൻ്റെ ചിറകും ആ സൈഡിൽ രണ്ട് ചിറകും കാര്യങ്ങളും പിന്നെ അടിയിൽ വന്ന ചിറകും അയിലട അതുപോലെ തന്നെ വാലിൻ്റെ സൈഡിലുള്ള ചിറകൊക്കെ അങ്ങനെ മുകളിലൊക്കെ അങ്ങോട്ട് വെട്ടി വാലും അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കളയാണ്. അങ്ങനെ ഓരോന്നും വെട്ടി ഇടേണ്ട. പിന്നെ വറ്റെടുത്ത് അത് അയില കഴിക്കാത്തവർക്കാണെങ്കിൽ വറ്റ കേട്ടാ. അപ്പോൾ അതിൻ്റെയും കത്രിയൊക്കെ സൈഡിൽ രണ്ട് ചിറകൊക്കെ വെട്ടണ ഒരു കാഴ്ചയാണ്. അങ്ങനെ അയിലയും വറ്റയൊക്കെ നല്ലതുപോലെ വെട്ടി കത്തിക്ക് വരയും കാര്യങ്ങളൊക്കെ ഇട്ട് മീൻ അങ്ങോട്ട് പൊരിക്കാനുള്ള പരിപാടിയാണ്. ബാക്കി വേസ്റ്റൊക്കെ നേരെ കടലിലോട്ട് അങ്ങോട്ട് കളയണത്. വേറെ മീനുകൾക്ക് ഭക്ഷണം ഒഴിക്കോളൂട്ടാ. മീനിൻ്റെ വാലും കുടലും കാര്യങ്ങളൊക്കെ നേരെ തൂത്തെടുത്ത് നേരെ കടലിലോട്ട് കളഞ്ഞ് ഇനി ഈ മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടാ. അങ്ങനെ മീൻകുട്ടന്മാരെല്ലാം നല്ല കുപ്പി പോലെ വെളുത്തിട്ടുണ്ട്. ശരിക്കും അതിനുള്ളിൽ അഴുക്കും കാര്യങ്ങളൊക്കെ തോണ്ടിക്കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഉപ്പുവെള്ളത്തിൽ കഴുകിയപോലെ തന്നെ നൻവെള്ളത്തിലും കൂടി കഴുകണം. അപ്പോൾ ഇവിടെ പൈപ്പിനടുത്ത് നൻവെള്ളം കിട്ടും. അപ്പോൾ നല്ല വെള്ളത്തിലും കൂടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ മീൻ നന്നായിട്ട് ക്ലീനായി കഴിയും കേട്ടോ. ഇനി നമ്മളിത് മീൻ വറുക്കാൻ വേണ്ടി പോവുകയാണ്. അടുക്കളയിലോട്ട് കയറി ചെന്നിട്ടുണ്ട്. ഇനി മീനിലത്തോട്ട് പൊടിക്കൂട്ടുകൾ ചേർക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് ചേർക്കണത്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ മസാല പോലത്തെ ഒരു പൊടിയുണ്ട്. ആ പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ
മുളക് പൊടിയും കാര്യങ്ങളും ചേർക്കേണ്ട എല്ലാം കൂടി മിക്സാണ്. പിന്നെ അതിനകത്തോട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങോട്ട് നന്നായിട്ട് കിലുക്കും. ഇനി ഒരു 10-15 മിനിറ്റ് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി അവിടെ വെക്കേണ്ട. നമ്മൾ കാലത്ത് വലിച്ച വലയിൽ കുറച്ച് പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് അണിയൻ തൊട്ട് അമരം വരെ വല നീട്ടിയിട്ട് വലപ്പണിയും കാര്യങ്ങളും എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ അടുക്കളയിൽ മീൻ വറുത്ത് തുടങ്ങിയിട്ടാ. മുരിഞ്ഞ മീൻകുട്ടന്മാരതെ കോരി എടുക്കുകയാണ് ചട്ടകവും വെച്ച് നേരെ കണ്ട നന്നായിട്ട് 2 സൈഡും ശരിക്കും അങ്ങോട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. അങ്ങനെ വറ്റക്കുട്ടന്മാരെ നല്ലതുപോലെ അങ്ങാട് എണ്ണയിലിട്ട് അങ്ങോട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ പ്രിയൻ രസന കലക്കി എടുക്കാൻ കേട്ടാ. അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെ വലപ്പണിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. അമരം തൊട്ട് അണിയം വരം വല പൊട്ടിയിട്ട് അതൊക്കെ നന്നായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും രസന കൊടുക്കേണ്ട. അപ്പോൾ നമ്മുടെ വലയാണെങ്കിൽ സെറ്റ് ചെയ്യണം എല്ലാവരും. പ്രിയനാണ് അപ്പോൾ ഇത് റെഡിയാക്കിയത്. അപ്പോൾ അവൻ എല്ലാവർക്കും നടന്നു കൊടുക്കണ ഒരു കാഴ്ച കേട്ടാ. വലപ്പണിയിലാണ് കേട്ടോ. നമ്മുടെ വല ചെത്തി ചെത്തി വേഗം വേഗം റെഡിയാക്കണ ഒരു കാഴ്ചയാണ്. പ്ലേറ്റ് കാര്യങ്ങൾ എന്താണ് കൊമ്പാന്ന് പലരും ചോദിക്കും. അത് നമ്മളത് ചോറ് കഴിക്കാൻ വേണ്ടി പോകാനുണ്ട്. ഇവിടെ ചോറും മീൻ വറുത്തൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് അതെടുത്ത് ഞങ്ങൾ വയറ് നിറച്ചങ്ങോട്ട് കഴിക്കാട്ടാ. കറി എന്നൊക്കെ പറയുമ്പോൾ രസവും മീൻ വറുത്തതാണ് കേട്ടോ. നല്ല അയില വറുത്തതും രസവും കൂടി കൂട്ടി അങ്ങോട്ട് പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടൻ മീൻ പൊരിച്ച വാടയിൽ ഇങ്ങനെ എടുത്തിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് കടലിൽ നിന്ന് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ എന്താണ് കറി ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോട്ടാ. നമുക്ക് ബോട്ടിൽ നല്ല രസവും മീൻ പൊരിച്ചതാണ്. ഇങ്ങനെ കിള്ളി 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 കഴിക്കുമ്പോൾ ഇങ്ങനെ മീൻ തീർന്നു പോണത് അറിയൂല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അടുത്ത വലയും കാര്യങ്ങളും കയറണത് വീഞ്ചിൽ വയർ റോപ്പ് വേറൊരു കാഴ്ച കേട്ടാ. വയർ റോപ്പും കാര്യങ്ങളും അവിടെ നിന്ന് 2 പേര് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വേഗം വേഗം
വയർ റോപ്പ് നല്ല ലെവലിൽ അങ്ങോട്ട് കയറി വരും കേട്ടാ. ഇനി വയർ റോപ്പ് കയറി കഴിയുമ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ വയർ റോപ്പ് കയറി കഴിഞ്ഞപ്പോൾ ബോർഡ് എത്തിയിട്ട് 2 സൈഡും ബോർഡുണ്ട്. അപ്പോൾ ആദ്യത്തെ ബോർഡ് ഇവിടെയും കയറിയത്, രണ്ടാമത്തെ ബോർഡ് അപ്പുറത്തെ സൈഡിലും കയറി കഴിഞ്ഞ് ഇനി റോപ്പും കാര്യങ്ങളും കയറി കഴിഞ്ഞാൽ വല കൈ കൊണ്ട് പിടിച്ചേറ്റാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച ഇനി ഞാൻ അതിനകത്തോട്ട് കാണിച്ചാൽ. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടണം. ഈ ഇത്രയും കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അലോ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇനി ചെയ്യാൻ പോണ കടലിലെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങളുടെ ഫോണിലോട്ടൊക്കെ എത്തുള്ളൂ കേട്ടോ. അങ്ങനത്തെ വീഞ്ചിൽ റോപ്പും കൂടി കയറി വന്നൊരു കാഴ്ച കേട്ടാ. മീനെല്ലാം പൊട്ടി വീഴാനുള്ളതുകൊണ്ട് നമ്മുടെ ഡ്രൈവറായിട്ട് ഇവിടെ അമരമൊക്കെ വെള്ളം ഒഴിച്ച് അങ്ങനെ അടിച്ച് ക്ലീൻ ആക്കിയിടുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ സ്രാങ് ഉണ്ട്. സ്രാങ് അതിനനുസരിച്ച് ക്യാമറയിൽ നോക്കി ബോട്ട് കറക്കിയൊക്കെ നിർത്താനിട്ടാ. രണ്ട് സൈഡും 2 പേര് വെച്ച് നിന്നാണ് മട പിടിച്ച് കയറ്റണത്. ബാക്കി എല്ലാവരും വലയും പിടിച്ച് കയറ്റാട്ടാ. അങ്ങനെ രണ്ടാമത്തെ വല എല്ലാവരും കൂടി പിടിച്ച് അകത്തോട്ട് കയറ്റിയത് ഇനി ചരക്ക് അങ്ങോട്ട് കയറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചരക്കിൽ ഇത്തിരി ഒരു കൂടുതൽ മീനാണ് കേട്ടോ. ആദ്യം കിട്ടിയതിനേക്കാളും ഇത്തിരി ഒരു കൂടുതൽ മീൻ നമുക്ക് ഈ ഒരു ചരക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചിടുമ്പോഴുള്ള കാഴ്ച ഒരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ നേരെ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ വലയിൽ കിട്ടിയ മീൻകുട്ടന്മാരെ പോലുള്ള ഉഷാറും കാര്യങ്ങളൊന്നും ഇവന്മാർക്കില്ല. എനിക്ക് തോന്നുകയാണ് ഇവന്മാർക്ക് കയറിയിട്ട് വല കയറിയിട്ട് കുറേ നേരം. അതുകൊണ്ട് എല്ലാ മീനും ഔഷധി. പിന്നെ അതേ കടലിലെ മുള്ളമ്പന്നി എന്ന് പറയുന്ന മുതലാണ് ഈ കാണുന്നത്, ബഫർ ഫിഷ്, മുള്ളമ്പേത്ത. അപ്പോൾ അതും കിട്ടി. ചടയൻ സ്രാവൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ട. ഇതാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞ പേരാണ് ഇതിന് ചടയൻ സ്രാവ് എന്ന്. നിങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പേര് കമൻറ്റ് ചെയ്ത് പറയാം. ഇത് നെയ്മീൻ. നെയ്മീനിന് വഞ്ചറ, മൈക്കൂര, ചെമ്പാൻ, അങ്ങനെ പല പേരുള്ള നെയ്മീനുണ്ട് കേട്ടോ. പിന്നീട് പതിവ് പോലെ തന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് തിരിയാൻ തുടങ്ങി. അപ്പോൾ തിരിയണ സമയത്ത് ഓരോ നെയ്മീൻ വെച്ച് കിട്ടി. അപ്പോൾ ഈ നെയ്മീനെ കുറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ ഇടുന്നത്. പൊക്കി പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുന്നാരമീൻ നിങ്ങൾ ഇടണ്ട. പുന്നാരമീനെ ഞാൻ കാണാത്ത കൂട്ടർക്കും കേൾക്കാത്ത കൂട്ടർക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് പുന്നാരമീൻ. നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് വേഗം വേഗം മീനൊക്കെ തിരിഞ്ഞ് ബോക്സിലോട്ട് മാറ്റാൻ കേട്ടോ.
അപ്പോൾ രണ്ടാമത്തെ വലയിൽ കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത്. ഉണ്ണിമേരി, പോളമീൻ, വറ്റ, നെയ്മീൻ, കിരിയാൻ, അതുപോലെ തന്നെ കുറച്ച് അയില. അപ്പോൾ ഇതൊക്കെ നേരെ പതിപോലെ സ്റ്റോറിൽ ഈ പ്രാവശ്യം പിടിച്ചിറക്കാനുള്ള മീൻ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഇതേ വള്ളിക്ക് താഴോട്ട് അങ്ങോട്ട് ഇറക്കി കൊടുക്കണ കാഴ്ച കേട്ടാ. അത് നമുക്ക് സ്റ്റോറിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ വലയിൽ ഞാൻ സ്റ്റോർ കാണിച്ചില്ല. അപ്പോൾ അതേ സ്റ്റോർ റൂമിൽ ഇറങ്ങി വന്നേക്കാണ് ഞാനിട്ട്. അപ്പോൾ സ്റ്റോർ റൂമിൽ ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കണം, ബാക്കിയുള്ള മീനൊക്കെ. ഇത് ഇവിടെ സ്റ്റോറിൽ പ്രിയൻ ഐസ് കുത്തി പൊട്ടിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റോർ റൂമാണ് ഈ കാണുന്നത്. അതിൽ ഐസ് റൂമാണിത് ഈ ഒരു ഭാഗോട്ടാ. അങ്ങനെ കിട്ടിയ മീനെല്ലാം ഇവിടെ ബോക്സിലും കള്ളിയിലൊക്കെ ഇട്ടൊക്കെ ഐസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ സനിലണ്ണനും പ്രിയനും സോജനും കൂടിയാണ് സ്റ്റോർ റൂമിലെ കാര്യങ്ങളൊക്കെ നോക്കണേ കേട്ടാ. വേഗം തന്നെ അയിലയും കാര്യങ്ങളൊക്കെ ബോക്സിലോട്ട് തട്ടിയിട്ട് ഐസ് ചെയ്യണ്ട. അങ്ങനെ സ്റ്റോറിൽ നിന്ന് മേലോട്ട് കയറുന്നപ്പോൾ ഇവിടെ വറ്റക്കുട്ടന്മാരെ വെട്ടേണ്ട. വറ്റ വെട്ടി നമുക്ക് വൈകുന്നേരത്തെ ചോറല്ല ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ബ്രെഡ്. അപ്പോൾ അതിന് വേണ്ടി വറ്റക്കുട്ടന്മാരെ വെട്ടി കറി വെക്കാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ നേരത്തെ ഇവിടെ വൈകുന്നേരം ഇരുട്ടായിട്ടൊന്നുമില്ല, വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. 3-3:30 സമയത്ത് ഇവിടെ മീനൊക്കെ വെട്ടി വേഗം റെഡിയാക്കി എടുത്ത് വെക്കേണ്ട. ബായ്. അങ്ങനെ മീൻ വെട്ടലെല്ലാം കഴിഞ്ഞ് ഇവിടെ കത്തിയൊക്കെ നല്ലതുപോലെ കഴുകി വെക്കുകയാണ്. ബാക്കി വന്നപ്പോൾ അതുപോലത്തെ വേസ്റ്റും കാര്യങ്ങളും തൂത്ത് നേരെ കടലിലോട്ട് കളയോട്ടാ. ഇനി നല്ലൊരു അടിപൊളി മീൻ കറി വെക്കണ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. അപ്പോൾ വീഡിയോ ഇത്രത്തോളം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത്. അങ്ങനെ എല്ലാ കഷ്ണവും വേഗം തന്നെ കലത്തിലോട്ടിട്ട് ശരിക്കും ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടി പോവേണ്ട. അങ്ങനെ മീൻകുട്ടന്മാരെല്ലാം നല്ലതുപോലെ അങ്ങോട്ട് കഴുകി കാലത്തിലോട്ട് പിറക്കി അങ്ങോട്ട് ഇടേണ്ട. ഇനിയിപ്പോൾ അതുപോലെ ചാമ്പോയിപ്പുണ്ട്, ചാമ്പോയിപ്പിൽ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ നേരെ കറി വെക്കാൻ വേണ്ടി പോവേണ്ട. അപ്പം അതുപോലെ ഞങ്ങൾ അടുക്കളയിലെത്തി. അടുക്കളയുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യണത് കേട്ടാ. ബായി അവിടെ നിന്ന് കറി വെക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുക്കും. ബാക്കി എല്ലാവരും ഇവിടെ റെസ്റ്റിലാണ്. ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ചുപേരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട്, കുറച്ചുപേർ ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വല കടലിൽ കിടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബായി ഇവിടെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കറി അങ്ങോട്ട് വെക്കാൻ തുടങ്ങിയിട്ടാ. കടുക് പൊട്ടിച്ചിട്ടാണ്, കടുക് പൊട്ടാൻ വേണ്ടി ഇടുകയാണ് വെളിച്ചെണ്ണയിലോട്ട്. അങ്ങനെ ബാക്കി സവാള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മീൻകറി സെറ്റ് ചെയ്യാൻ പോണൊരു കാഴ്ച. നല്ല അടിപൊളി മീൻകറി നമുക്ക് കഴിക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കേണ്ട. അതിലോട്ട് തക്കാളിക്കുട്ടന്മാരെ കൂടെ ഇട്ടിട്ട് ശരിക്കും അങ്ങോട്ട് വയറ്റിയെടുക്കാൻ പോവുകയാണ്. എന്നിട്ടാണ് നമ്മളിവിടെ കറി അങ്ങോട്ട് റെഡി ആവുന്നത്. അപ്പോൾ നന്നായിട്ട് തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ശരിക്കും അങ്ങോട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പൊടിക്കൂട്ടുകൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കോട്ടാ. അങ്ങനെ എല്ലാ പൊടിക്കൂട്ടുകളും ചേർത്തിട്ട് പിന്നെ അങ്ങോട്ട് ഒരു ഇളക്കിമറിയാണ്.
പിന്നെ മെയിനായിട്ട് മുളക് പൊടിയും അതുപോലെ ഫിഷ് മസാലയും ചേർക്കോട്ടാ. അപ്പോൾ ഈ ഒരു ഫിഷ് മസാലയാണ് മെയിനായിട്ട് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ റെഡിയാക്കി എടുക്കും. പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ചാറാക്കണ ഒരു കാഴ്ചയാണ്. പിന്നെ ഈ ചാറിലോട്ട് നല്ല പച്ച വറ്റക്കുട്ടന്മാരങ്ങാട് വാരി അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുത്താൽ മതി. അങ്ങനെ നല്ല തിളച്ച് മറിയണ കറിയിലോട്ട് ചാറിലോട്ട് വറ്റക്കുട്ടന്മാർ ഇട്ട് കൊടുക്കണ ഒരു കാഴ്ചയാണ്. ഉപ്പും പുളിയും കാര്യങ്ങളും നല്ലതുപോലെ പിടിക്കാൻ വേണ്ടി ശരിക്കും ഒന്ന് അങ്ങോട്ട് ഈ ഇളക്കി അങ്ങോട്ട് കൊടുക്കേണ്ട നന്നായിട്ട്. അങ്ങനെ മീൻകറിയും കാര്യങ്ങളൊക്കെ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ഇവിടെ സനിലാണ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഓരോരുത്തരൊക്കെ ഇട്ട് ഉറക്കത്തിൽ നേറ്റി ഞാൻ കിടക്കണ സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ തലങ്ങോണം വെച്ചത് ഇങ്ങനെ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങും. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. നല്ല കാറ്റ് ജനലിൽ കൂടി ഇങ്ങനെ അടിച്ചിങ്ങോട്ട് വരും. അതുകൊണ്ട് വേറെ എ സിയും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ബായ് ഒരു 10-15 മിനിറ്റ് ശേഷം വന്ന് അങ്ങാട് ഗ്ലൗസൊക്കെ വെച്ച് അങ്ങോട്ട് കറി അങ്ങോട്ട് തുറക്കും വേണ്ടല്ല കുടുകുടുകുടുകുടൂന്നും പറഞ്ഞിങ്ങനെ തിളച്ച് മാറിയണ നമ്മുടെ വറ്റക്കറിയാണ് ഈ കാണുന്നത്. വറ്റക്കുട്ടന്മാരൊക്കെ ചാറി കിടന്നിങ്ങനെ തിളച്ച് മാറിയാണ്. ഇനി ഒരു കറക്കും കൂടി ഉണ്ട്. ആ പുളിയൊക്കെ ശരിക്കും ഒന്ന് അങ്ങോട്ട് പിടിക്കാൻ കണ്ട എന്താ മാണോ ഇങ്ങനെ വന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞ് എല്ലാവരും കുളിക്കുന്ന സമയത്ത് നമ്മളിവിടെ ചോറ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് അങ്ങോട്ട് കഴുകി എടുക്കേണ്ട. ഇനി നേരെ നമുക്ക് അങ്ങോട്ട് ചോറ് കഴിക്കാം. നമ്മളൊരു വറ്റക്കൂട്ടനെയും എടുത്ത് കുറച്ച് അച്ചാർ കൊടുത്ത് അങ്ങടെ അണിയത്തോട്ട് ചെന്ന് ചാറൊക്കെ അങ്ങോട്ട് ഒഴിച്ചൊരു പിടുത്തം പിടിച്ച് അവനിൽ നിന്ന് 2 കഷ്ണം കിള്ളി അങ്ങോട്ട് എടുത്ത് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് പൊന്നെ. ഈ കടലിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും മീൻകറിയും ചോറും അത് മതിയിട്ടാ. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ അടുത്തോട്ടൊരു ബോട്ട് ഓടി വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അവർ വലയൊക്കെ വലിച്ചിട്ട് പണിമോശവും കാര്യങ്ങളായിട്ട് വൈകുന്നേരം ഇനി വലയിടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർ ആങ്കർ ഇടാണ്ട് പകരം ബോട്ട് ഒഴുകി പോവാതിരിക്കാൻ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ ഒരു റോപ്പ് ഇട്ട് കെട്ടിക്കിടക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഓൾറെഡി ആങ്കറിൽ കിടക്കുന്ന ബോട്ടാണ്. അപ്പോൾ അവരിത് ആ റോപ്പ് വെച്ച് നമ്മുടെ ബോട്ടിനെ കെട്ടിയിട്ട് നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് അവർ അമരത്തിൻ്റെ സൈഡിൽ കൊണ്ട് കെട്ടി അവർ കിടക്കും. അപ്പോൾ ഇപ്പം കടലിൽ പുഴ പോലെ കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അത് കെട്ടാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് കെട്ടിയിട്ട് അവർ മാറി ഇങ്ങനെ കിടക്കും. അപ്പോൾ ആ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു കാഴ്ച ഞാൻ നിങ്ങളോട്ട് കാട്ടിത്തരതേ. റോപ്പും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ട് അതവിടെ ഗ്യാലോസിൻ്റെ അവിടെ കെട്ടിക്കൊടുക്കും. എന്നിട്ട് അവർ പയ്യെ റിവേഴ്സ് വെച്ചിട്ട് അവരവിടെ കിടക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇനി ആങ്കറിട്ട് പിന്നെ ആങ്കർ എടുക്കാൻ അങ്ങനെയൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയം പോകുമ്പോൾ ആ കെട്ട് അയച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പണിയും കാര്യങ്ങളും എടുക്കാൻ നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ വൈകുന്നേരം സമയമായി നമ്മൾ കെട്ടിയ ബോട്ടിൻ്റെ കയറ് അഴിച്ചുവിടുകയാണ് കേട്ടോ.
അങ്ങനെ കെട്ടിയ ബോട്ടിൻ്റെ കയറും കാര്യങ്ങളൊക്കെ അഴിച്ചുവിട്ട് നമ്മളിവിടെ ആങ്കർ പിടിച്ച് കയറ്റാൻ കപ്പിയിലോട്ട്. അതാണ് എല്ലാവരും കൂടി ചേർന്ന് വലിച്ചത്. ഇനി അങ്ങനെ കപ്പി കൊടുത്ത് നേരെ പിന്നെ വീഞ്ചിലെടുത്തിട്ട് നമ്മൾ നേരെ ആങ്കർ കയറ്റി. പിന്നെ ആങ്കർ അവിടെ തൂണിൽ ആ ഒരു ഇരുമ്പ് പൈപ്പിൻ്റെ അവിടെ സൈഡിൽ കെട്ടിയിടും. എന്നിട്ടാണ് നമ്മൾ വീണ്ടും കടലിൽ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങാം. അങ്ങനെ ആങ്കറെല്ലാം എടുത്തതിന് ശേഷം ദൈവത്തിനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തെ ലാസ്റ്റ് വലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ വലയും കാര്യങ്ങൾ ഇട്ടിട്ട് പിന്നെ സീൻ നേരെ പിടിച്ച് നേരെ വെള്ളത്തിലോട്ട് കുളത്തിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം പോലെ അല്ലെങ്കിൽ റൗണ്ടിലിരിക്കുന്നുണ്ട്, അതാണ് സീ. അതങ്ങനെ കുളത്തിൽ നേരെ വെള്ളത്തിലോട്ട് ഇടുകയാണ്. നമ്മുടെ വല ഇനി വൈകുന്നേരം വല ഇങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കോട്ടെ നമ്മുടെ ബോട്ട്. അപ്പോൾ ഇതൊരു സ്പീഡ് പണിയാകുമ്പോൾ നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കടലിൽ വലയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ വീണ്ടും നമ്മൾ റെസ്റ്റിലാണ് കേട്ടോ. ഈ ഒരു സമയം സ്പീഡ് പണി എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ 5 മണിക്കൂർ വല വലിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാൻ പറ്റും. അതുപോലെ മീനും കാര്യങ്ങളൊക്കെ കട്ടിക്ക് ലോഡായിട്ട് വരുമ്പോൾ നമുക്ക് റെസ്റ്റും കാര്യങ്ങളും കുറവായിരിക്കും. അങ്ങനെ സൂര്യനൊക്കെ പയ്യെ ഇങ്ങനെ അസ്തമിച്ച് ഇങ്ങനെ വരെയാണ്. പിന്നെ നമ്മുടെ ഡ്രൈവറായിട്ട് ഇവിടെ അണിയത്തിരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുള്ള മലയാളികൾ, ബാക്കി അണ്ണന്മാരും ഹിന്ദിക്കാരുമാണ്. പിന്നെ ഞങ്ങൾ ഓരോ നാട്ടുകാരാണ്, കുഞ്ഞിത്തേക്കാരാണ്. പിന്നെ ഞങ്ങൾ ഇതുവരെ ഞങ്ങള് നേരിട്ട് കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതുവരെ കടലിലൊക്കെ പോകുമ്പോ തമിഴ്നാട്ടിലൊരു വ്ളോഗർ ഉണ്ടാവുന്നത്. ഇപ്പൊ ആരുമില്ല. ഇപ്പൊ ആകെയുള്ള കമ്പനിയാണിത്. ഡ്രൈവറാണ്ടാ. വൈകുന്നേരം സൺസെറ്റ് കണ്ടിരിക്കണ ഞങ്ങൾ. നല്ല കാറ്റാണ്. സൺസെറ്റ് ആണ് തന്നെ. എടാ ഈ വലയിൽ മീൻ കിട്ടുമോ? മീനുണ്ടാവും ഈ വലയിൽ? അതാണ് പണിയൊക്കെ വളരെ മോശമാണ്. വല കിടക്കാണ്. അടുക്കളയിൽ ബിരിയാണി ഉണ്ടാക്കണേ. ആ ബിരിയാണി വീട് എടുക്കാൻ പോട്ടെ. സംഭവം നമുക്ക് ഇന്ന് ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ടി ഇവിടെ നെയ്മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വറുത്തെടുക്കുന്ന ഒരു കാഴ്ചയാണ്. വറുത്ത് കോരിയിട്ട് വേണം പിന്നെ മീൻ കറിയായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി മീൻ ഇവിടെ വറുത്ത് കോരി എടുക്കേണ്ട. അപ്പോൾ നമുക്ക് ഇന്ന് കടലിൽ ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അതേ ഇവിടെ ഓരോരോ കഷ്ണങ്ങളും കോരി ഇവിടെ ഇടുകയാണ്. ഇനി ഇവിടെ നമുക്ക് റൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നെയ്യും കാര്യങ്ങളൊക്കെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കറുകപ്പട്ട, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, സവാള, അങ്ങനെയുള്ള കുരുമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് തട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ കുക്കറിലോട്ട് സവാളയും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളൊക്കെ തട്ടിയിട്ടാണ് കൊടുത്തത്. മുന്തിരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബിരിയാണിക്കുള്ള റൈസ് ഇവിടെ സെറ്റ് ചെയ്യാണ്. പിന്നെ കശുവണ്ടി അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളമൊക്കെ വെച്ച് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവേണ്ട കേട്ടോ.
റൈസ് നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായി. പിന്നെ അങ്ങോട്ട് റൈസും കൂടി അങ്ങനെ ഇട്ട് കൊടുത്ത് ശരിക്കും അങ്ങാട് ഇളക്കി എടുക്കേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി ഞങ്ങൾ കുക്കർ അങ്ങോട്ട് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടി പോവേണ്ട. വൈകുന്നേരം ആയപ്പോഴും എല്ലാവരും റെസ്റ്റിലാണ്. അപ്പോൾ എനിക്കിൻ്റെ ചെറുതായിട്ടൊക്കെ ഉറക്ക ക്ഷീണമൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. എങ്കിലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യണോണ്ട് ഞാനിവിടെ ഇങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുക്കള താഴത്തിന് സവാളയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അരിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മീൻകറിയുടെ പരിപാടിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കുക്കർ താഴെ ഇറക്കി വെച്ചേക്കാണ് കേട്ടോ. കുക്കറിൽ നിന്ന് ഇനി ഞങ്ങളുടെ വിസലും കാര്യങ്ങളും പോയാൽ മതി. ആ ഏറ് പോയി കഴിഞ്ഞാൽ പിന്നെ കുക്കർ അങ്ങോട്ട് തുറന്നു വരും. ഇവിടെ സവാള ചെറുതായിട്ടൊക്കെ അരിയണം. അങ്ങനെ കുക്കർ തുറന്നു വന്നപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആള്. ഇനി ഇവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻ കറിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. വെളിച്ചെണ്ണയും സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലതുപോലെ ഗ്രേവിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. സവാള ചെറുതായിട്ടൊക്കെ അരിഞ്ഞെടുത്തേക്കാണ്. പിന്നെ അതുപോലെ ഇഞ്ചിയൊക്കെ ഇടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി പൊടിക്കൂട്ടുകളെല്ലാം ചേർത്ത് ഒരു ഗ്രേവി ടൈപ്പായിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി പോവേണ്ട. പൊടിക്കൂട്ടുകളെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ശരിക്കും അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. നല്ലൊരു അടിപൊളി മണമൊക്കെ ഇപ്പോൾ മൂക്കിലോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു പ്രത്യേക മണം നന്നായിട്ട് കണ്ട അടിക്ക് പിടിക്കാതെ ശരിക്കും അങ്ങോട്ട് ഇളക്കി മറിച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് കുരുമുളക് പൊടിയും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. തക്കാളി ചട്നി എന്ന് പറയാൻ വേണം നമുക്ക്. സംഭവമൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഇങ്ങനെ മൂക്കിലോട്ട് വരുന്നുണ്ട്. സംഭവം അടിപൊളിയായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പിന്നെ അതേ വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്താവോ എനിക്കറിയില്ല. വെള്ളം കുറേ അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ഞാൻ കരുതി ഇത് ഗ്രേവി ടൈപ്പ് ആയിരിക്കൂല എന്ന്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അതേ വറുത്ത് വെച്ച മീൻ അങ്ങോട്ട് മൊത്തമായിട്ട് തട്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് മറിച്ചും തിരിച്ചൊക്കെ അങ്ങോട്ട് ശരിക്കും ആ മീനിൻ്റെ മേത്തോട്ട് ചാറങ്ങോട്ട് പിടിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള ഫിഷ് കറി റെഡി ആയി കഴിഞ്ഞു മക്കളെ. റെഡിയായി നല്ല അടിപൊളിയായിട്ട് കുടുകുടൂന്നും പറഞ്ഞിങ്ങനെ തിളച്ച് മാറിയുന്നുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചങ്ങോട്ട് നോക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ ബോട്ട് വല പിടിക്കേണ്ട. വയർ റോപ്പും കാര്യങ്ങളും കയറി റോപ്പ് കയറുകയാണ്. ഇനി ഇതേ വല പിടിച്ച് കയറ്റുകയാണ്. അപ്പം വലയും കാര്യങ്ങളും കയറി ചരക്കൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഫിഷ് ബിരിയാണി കഴിച്ച് ഞാൻ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയോട്ടാ. അങ്ങനെ രാത്രിയുടെ വല പിടിച്ച് കയറ്റുമ്പോൾ കുറച്ച് കണവ് മുട്ട നമ്മുടെ വലയൊക്കെ ഇടണം കേട്ടോ. ഈ അക്കിടീമ കണവ ചൂണ്ടിട്ട് പിടിക്കാൻ വേണ്ടി താത്തും. അപ്പോൾ ആ താത്തുന്ന സമയത്ത് ഈ അക്കിടീമ ഒന്ന് കണവ ഒന്ന് മുട്ട ഇടണം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ അങ്ങനെ കിട്ടണത് ഇതിന് അക്കിടി എന്നാണ് പറയണത് കേട്ടോ. അത് നമ്മൾ വല വലിക്കുമ്പോൾ നമ്മളെ കിട്ടും. അപ്പോൾ വലയിൽ നിന്ന് നമ്മളത് ഇങ്ങനെ മാറ്റിയിടും. അത് കണ്ട കണവ് മുട്ടയാണ് ഈ കാണണം. വെള്ള കളറിലുള്ളത് വലിയ കണവയുടെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രൈവറായിട്ട് ഇവിടെ സെൻട്രൽ ലൈനൊക്കെ മാടി ഇടുകയാണ്. സാധാരണ കട്ടിക്ക് മീനുണ്ടെങ്കിൽ സെൻട്രൽ ലൈൻ ഇതുപോലെ മാടി ഇടാൻ പറ്റൂല. നമ്മൾ വീഞ്ചിൽ സെൻട്രൽ ലൈൻ പിടിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നമ്മുടെ വലയും കാര്യങ്ങളൊക്കെ അതേ കയറി വരണം. പിന്നെ ഈ ഒരു ചരക്ക് പൊട്ടിക്കണ ഒരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കപ്പിയിൽ നമ്മുടെ ചരക്ക് എടുക്കണ്. അപ്പം നേരത്തേക്കാളും ഇത്തിരിയും കൂടി പൊട്ടിക്കും കൂടി കൂടുതൽ ചരക്കുണ്ട്. മീൻ കിടന്ന് പിന്നെ പെടക്കണുണ്ട്. നല്ല പെടപെടാന്ന് പറഞ്ഞ് പെടക്കണ്ടാവും. പൊട്ടിച്ചിടുമ്പോൾ ബാക്കി കാഴ്ച നിങ്ങൾ കണ്ടോട്ടാ.
പുഞ്ഞാര മീൻ കിടന്ന് പെട്ടക്കട കാഴ്ച കിടക്കണത് പേട്ടക്കട പുഞ്ഞാര മീൻ വാങ്ങണമേ നല്ല പേട്ട അടക്കണ മീനുകളിൻ്റെ ആനക്കൊഴുവ് എന്ന് പറയും. ഈ ഒരു മീനാണ് ആനക്കൊഴുവ് എന്ന് പറയണത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനെ പറഞ്ഞ പേരെന്നത് കമൻറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് മാറ്റുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കുറച്ച് മീനിൻ്റെ ഷവ്വലൊക്കെ കോരി മാറ്റേണ്ടത് മുള്ളമ്പേത്ത് അല്ലെങ്കിൽ നമ്മുടെ മുള്ളമ്പന്നി കടൽ മുള്ളമ്പന്നിനെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ നേരെ കടലിലോട്ട് കളഞ്ഞ് ബാക്കി മീനുകളെ മയില തിരിയാൻ അതുപോലെ ആനക്കൊഴുവ അതൊക്കെ തരം തിരിച്ച് ബോക്സിലോട്ട് തിരിച്ച് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി മാറ്റുന്ന ഒരു കാഴ്ചയാണ്. നേരെ സ്റ്റോറിലോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അമരമൊക്കെ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ശരിക്കും അങ്ങോട്ട് ക്ലീനാക്കി അടിച്ച് കഴിയണ ഒരു കാഴ്ച കേട്ടോ. ഇനി മീനുകളെല്ലാം നേരെ നമുക്കിനി സ്റ്റോറിലോട്ട് അങ്ങോട്ട് ഇറക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസത്തേക്കാളും കൂടുതൽ മീനും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ പണി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ നേരെ ബോക്സ് നേരെ സ്റ്റോറിലോട്ട് ഇറക്കുകയാണ്. സ്റ്റോറിലോട്ട് മീനെത്തി കേട്ടാ. മീൻ കേട്ടാ മീൻ ഇറങ്ങിക്കൊണ്ടിരിക്കണ മീൻ ഇതൊക്കെ പക്ഷെ കുറവാണ്. ഐസ് അടിച്ച് പൊട്ടിക്കേണ്ട. അങ്ങനെ ഇന്ന് സ്റ്റോറിൽ ഐസൊക്കെ പൊട്ടിക്കണ സല്ലടനാണ്. പിന്നെ നേരെ നമ്മൾ ബോക്സിലോട്ടൊക്കെ ആക്കി മീനൊക്കെ ഐസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് മീൻ നല്ലപോലെ അതേ ബോക്സിലാക്കി ഐസ് ചെയ്യണം. അപ്പോൾ നാളെ നല്ല മീൻ നല്ല രീതിക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ബോക്സിൽ നിന്ന് മാറ്റി കള്ളിയിലോട്ടൊക്കെ ആക്കോട്ടാ. ബാക്കിയുള്ള മീനിലൊക്കെ ഐസൊക്കെ നോക്കിയത് ഇവിടെ സോജനൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പുതിയ ബോക്സ് സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് മീൻ ഇടുകയാണ്. കൂടുതൽ മീൻ വരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കള്ളിയിലോട്ടാക്കും. അപ്പോൾ നമ്മൾ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ ബോർഡ് ചേഞ്ച് ആക്കി. നമ്മളെ പുതിയ ബോർഡിൽ ചരക്ക് കുറവാണ് അറിയണം കേട്ടോ. ആ ബോർഡ് ഇവിടെ വെച്ചത് പുതിയ ബോർഡാണ്. നമ്മൾ വേറെ ബോർഡ് പഴയ ബോർഡ് സെറ്റ് ചെയ്യണം കേട്ടോ. ബോർഡ് സെറ്റ് ചെയ്യണ ആഴ്ച കേട്ടോ. നേരെ ഇങ്ങനെ കൊടുത്തിട്ട് പൊക്കണം കേട്ടോ. ബോർഡും ആ ബോർഡും കെട്ടി ഈ ബോർഡും കെട്ടി. ഇത് നമ്മൾ നാളെ നേരം എടുത്തിട്ട് വല വലിച്ചിട്ട് മീൻ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ബോട്ടുകളും ആങ്കറിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മളിനി ഫിഷ് ബിരിയാണി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ടേക്കുന്നത് നോക്കട്ടാ. അങ്ങനെ എല്ലാവരും പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് റൈസും
അതുപോലെ നമ്മുടെ മീൻ കറി അല്ലെങ്കിൽ ഫിഷ് കറിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഫിഷ് ബിരിയാണിയാണിന്ന്. അപ്പം ഞാനും പ്ലേറ്റ് ആയിട്ടൊക്കെ വന്ന് എനിക്കും ആവശ്യത്തിനുള്ളതൊക്കെ തന്ന് ഞാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം നിങ്ങളോട് പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ കറി കൊള്ളായിരുന്നു, മീൻ കറി പിന്നെയും അടിപൊളിയായിരുന്നു. റൈസിൽ ഇത്തിരി എണ്ണ കൂടിപ്പോയി അല്ലെങ്കിൽ നെയ്യ് എന്തോ കൂടിപ്പോയി, ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഇതേ അണിയത്തിൽ കഴിക്കണം, ഞാനും കഴിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും നല്ല അടിപൊളി കിടിലൻ വീഡിയോ. ടാറ്റാ.